ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وبارك وسلم تسليمًا كثيرًا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله تعالى في كلامه العزيز: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: ومن يوق شح نفسه فأولئك هم المفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ്. എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം അത് തഖ്വയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിന്റെ ഏത് മേഖലയാണെങ്കിലും അവിടെ അള്ളാഹുവിന് നമ്മളോടൊരു വർത്തമാനം ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏത് മേഖലയായാലും ചെയ്യരുത്, അത് വേണ്ട, പാടില്ലാത്തതാണ് എന്നൊരു നിരോധനയും അള്ളാഹുവിൻ്റെത് ഉണ്ടാകും. അതിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഖ്വ എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ നന്നായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ട, അവന്റെ മോക്ഷത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ആഖിറവും അവന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെയും നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന, നഷ്ടത്തിലാക്കി കളയുന്ന എല്ലാ കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അദ്ദേഹം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ അത് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മെ നശിപ്പിക്കും, നമ്മൾ ചെയ്ത നമ്മുടെ അമലുകളെ നശിപ്പിക്കും, നമ്മളുടെ ദുന്യാവിനെയും ആഖിറത്തിനെയും മുച്ചൂടും നശിപ്പിച്ചു കളയുന്ന കാര്യങ്ങളാണ്. ഹദീസ് തുടർന്ന് പറയുന്നു, സലാസും മുൻജിയാത്ത്, 3 കാര്യങ്ങൾ അത് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മളുടെ ആഖിറം രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. 3 സലാസുൻ കഫാറാത്ത്, 3 കാര്യങ്ങളുണ്ട്, അത് പ്രായച്ചിത്തമാണ്. നമ്മളുടെ അടുത്ത് വല്ല വീഴ്ചകൾ വന്നു പോയാൽ അതിനുള്ള പ്രായച്ചിത്തമാണ്. വസലാസുൻ, മറ്റു 3 കാര്യങ്ങൾ അത് ദറജാത്തുൻ, അത് നാളെ ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന 3 പദവികളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള ഓരോ കാര്യങ്ങളെയും വിശദീകരിക്കുന്നുണ്ട്.
അതിൽ പ്രവാചകൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഫഅമ്മൽ മുഹ്ലികാത്ത്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന കാര്യം. നമ്മൾ ആരും നശിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല. ആഖിറമായാലും ദുന്യാവായാലും നമ്മളുടെ അമലുകളായാലും നഷ്ടപ്പെട്ടു പോകുന്നതിന്, നാശമായി പോകുന്നതിന് നമ്മൾ ഭയപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് പറയുന്നു ഹമ്മൽ മുഹ്ലികാത്ത്, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫശുഹുൻ മുതാ. ഷുഹുൻ മുതാ, അതിന് മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ പിശുക്ക് എന്ന ആളുകൾ പറയും. എന്നാൽ സത്യത്തിൽ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ദുരാഗ്രഹം, ആർത്തി, അത്യാഗ്രഹം, അതാണ് ശുഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് പിശുക്കുണ്ടാകുന്നത്. നമ്മളുടെ അടുത്തുള്ള സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ മടിക്കുന്നത് അതിനോട് നമ്മൾക്ക് അത്യാർത്തിയുള്ളത് കൊണ്ടാണ്, ദുരാഗ്രഹമുള്ളത് കൊണ്ടാണ്, ആഗ്രഹമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമതായി പറഞ്ഞ കാര്യം ഷുഹുൻ നഫ്സ്, മനസ്സിന്റെ ഒരു ദുരാഗ്രഹം, ആർത്തി, അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നു റജബുൽ ഹംബലി എന്താണ് ഷുഹുൻ നഫ്സ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു തശവ്വുഖുൻ നഫ്സി ഇലാ മാ ഹറമല്ലാഹ് വ മനഅ മിൻഹു. അല്ലാഹു നമുക്ക് ഹറാമാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ തടഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനുണ്ടാവുന്ന അത്യാഗ്രഹമാണ്, ദുരാഗ്രഹമാണ്. അന്യന്റെ മുതലിനെ ആഗ്രഹിക്കുന്നത് പോലെ അതാണ് ഷുഹ് എന്ന് മഹാനായ പണ്ഡിതൻ പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പിശുക്കും ഷുഹും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു അൽ ഫർഖു ബൈന ഷുഹി വൽ ബുഖൽ, നമ്മളുടെ ഈ ആഗ്രഹം അതും പിശുക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഷുഹ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഒരു കാര്യത്തിനോടുള്ള അഗാധമായ ഒരു ഇഷ്ടമാണ്, ഒരാഗ്രഹമാണ്. വൽ ഇഹ്ഫാദു ഫീ തലബിഹി, അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. വൽ ഇസ്തിഖ്സാഉ ഫീ തഹ്സിലിഹി, അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോവും. വശജഅൻ നഫ്സി അലൈഹി, അതിനു വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കും. അതാണ് ഒരു കാര്യത്തോട് നമുക്ക് ആഗ്രഹം തോന്നിയാൽ, ഇഷ്ടം തോന്നിയാൽ, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അതൊന്നും നമുക്ക് വിഷയമല്ല. അതിനോട് നമുക്ക് ദുരാഗ്രഹം തോന്നിയാൽ, അത് വേണമെന്ന് തോന്നിയാൽ അതിനു വേണ്ടി മറ്റെന്തും ത്യജിക്കാനും ത്യാഗം ചെയ്യാനും തയ്യാറാവുന്ന ഒരവസ്ഥക്കാണ് ഷുഹ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ബുഖ്ല് എന്ന് പറഞ്ഞാൽ മൻഉ ഇൻഫാഖിഹി ബഅദ ഹുസൂലിഹി, ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയതിന് ശേഷം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ തടഞ്ഞു വെക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. ഷുഹിന്റെ ഒരു അനന്തര ഫലമാണ്, ഒരു ഫലമാണ് പിശുക്ക് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഫഹുവ ശഹീഹുൻ ഖബ്ല ഹുസൂലിഹി, ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പ് അവൻ അതിനു വേണ്ടിയിട്ടുള്ള ദുരാഗ്രഹിയാണ്, അതിനുവേണ്ടി അത്യധികം ആഗ്രഹിക്കുന്ന ആർത്തിയുള്ളവനാണ്. ബഖീലുൻ ബഅദ ഹുസൂലിഹി, അത് കിട്ടിയതിന് ശേഷം അത് മറ്റൊരാൾക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനാണ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ആർത്തിയാണ് മനുഷ്യനെ പിശുക്കിലേക്ക് നയിക്കുന്നത്. ആർത്തി, ദുരാഗ്രഹം, അത് നമ്മളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുമെന്നുള്ളതാണ്. അത് കാരണമായി നമ്മൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹദീസിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ആർത്തിയെ അനുസരിക്കുന്നവനായി, നമ്മളുടെ ആർത്തിയെ അനുസരിക്കുന്നവനായി. ഇനി നേരെ തിരിച്ച് അത് കാരണം നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ആർത്തി കാരണം നമ്മൾ പിശുക്ക് കാണിക്കാതെ നല്ല രീതിയിൽ ചെലവഴിക്കുകയാണെങ്കിൽ അതിനോട് നമ്മൾ എതിര് പ്രവർത്തിച്ചവനായി അവരാണ് വിജയികൾ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുതുബയുടെ തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ വമൻ യൂഖ ശുഹ നഫ്സിഹി, തന്റെ നഫ്സിന്റെ ആ ശുഹിൽ നിന്ന്, ആ ദുരാഗ്രഹത്തിൽ നിന്ന്, അത്യാർത്തിയിൽ നിന്ന് ആര് സംരക്ഷിക്കപ്പെടുന്നുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയി, അവരാണ് വിജയിക്കുന്ന ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഈ അത്യാഗ്രഹം അത് നശിപ്പിച്ചു കളയുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടായതും അവര് നിന്ദത നേരിട്ടതും എല്ലാം അവരിലുണ്ടായിരുന്ന ഈ ദുരാഗ്രഹവും ആർത്തിയും കാരണമാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രവാചകൻ ഹദീസിൽ പറയുന്നു, ഇത്തഖുശ്ശുഹ,
നിങ്ങൾ ഈ ആർത്തിയെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചു കളഞ്ഞത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ദുരാഗ്രഹമായിരുന്നു, ആർത്തിയായിരുന്നു. ഹമലഹും അലാ അൻ സഫഖു ദിമാഅ ബഅദിഹിം വസ്തഹല്ലു മഹാരിമഹും. അത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആർത്തി മറ്റുള്ളവരുടെ രക്തം പിച്ചിച്ചേന്തുവാൻ അവരെ പ്രേരിപ്പിച്ചു. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അത് ചെയ്യണം, അത് കിട്ടണം എന്നുള്ള ഒരാശ, ഒരാഗ്രഹം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശുദ്ധിന്റെ ഫലമായിട്ട്, ഈ ദുരാഗ്രഹത്തിന്റെ, അവന്റെ ഉള്ളിലുള്ള ആർത്തിയുടെ ഫലമായിട്ട് ഒരുപാട് ദുസ്വഭാവങ്ങൾ മനുഷ്യന് പടർന്നു പിടിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരാളോട് വിദ്വേഷം ഉണ്ടാകുന്നത്, ഒരാളോട് അസൂയ ഉണ്ടാകുന്നത്, സ്വന്തം നമ്മൾ ജീവിതത്തിൽ പിശുക്ക് കാണിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ ശുഹ്ബു നഫ്സ് കാരണമായിട്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആർത്തിയുള്ളവനായിരിക്കും സമൂഹത്തിൽ എല്ലാ കുഴപ്പത്തിനും കാരണം. പ്രശ്നങ്ങളും കാരണങ്ങളും മറ്റു പലതായിരിക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് മടങ്ങുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ദുരാഗ്രഹമായിരിക്കും, അത്യാർത്തിയായിരിക്കും ഇത്തരം വലിയ പ്രശ്നങ്ങളിലേക്ക് മടക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉള്ളിലുള്ള ആള് മറ്റുള്ളവരിൽ നിന്ന് പലതും തട്ടിയെടുക്കാനും അപഹരിച്ചെടുക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ സ്വന്തമുള്ളത് ഒരാൾക്ക് പോലും കൊടുക്കാൻ അവൻ തയ്യാറാവുകയില്ല. ഇതാണ് അങ്ങനത്തെ ആളുകളുടെ ഗുണം. അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. അവൻ പണത്തിന്റെ മേൽ കെട്ടിമറിയും, പണം എണ്ണിത്തിട്ടപ്പെടുത്തി എടുത്തു വെക്കും. അത് അവനിക്കോ അവന്റെ കുടുംബത്തിനോ അവൻ ചെലവാക്കാതെ അവിടെ എടുത്തു വെക്കും. ഇത് അവന്റെ ഉള്ളിലുള്ള അത്യാർത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫലമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണുമ്പം ഇവനക്ക് സഹിക്കൂല. അതുപോലത്തത് എനിക്കും വേണം, ഉണ്ടായ മാത്രം പോരാ, അവൻ്റെത് മൊത്തം നശിക്കും വേണം. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇതും ഈ മനസ്സിന്റെ ഉള്ളിലുള്ള അത്യാർത്തി കാരണമായി, ദുരാഗ്രഹം കാരണമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ വിദ്വേഷം ഉണ്ടാവുക. ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അയാളോട് ഒരു വിദ്വേഷം ഉണ്ടാവുക സ്വാഭാവികമായി. നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. അയാൾക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി, അതുകൊണ്ട് അയാളോടൊരു അസൂയ, അയാളോടൊരു വിദ്വേഷം ഉണ്ടാവുക. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ശുഹ് കാരണമായിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. എല്ലാ ഷർറുകളുടെയും കുഴപ്പങ്ങളുടെയും തുടക്കം ഇതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേരത്തെ പറഞ്ഞ ഒരു ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ ശുഹിനെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് ശുഹാണ്. എന്നിട്ട് പറയുന്നു, അവരുടെ ഉള്ളിലുള്ള ദുരാഗ്രഹവും അത്യാർത്തിയും അവരോട് പറഞ്ഞു, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിക്കണം, അവന്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് നേടിയെടുക്കണം. അവന് സ്വത്ത് കിട്ടിയിട്ടുണ്ടാകും, എന്നാലും അവൻ്റെതും കൂടി ഇങ്ങോട്ട് വാങ്ങിയെടുക്കണം. അതവനിക്ക് കിട്ടേണ്ടതല്ല എന്നുള്ള ചിന്തകൾ അവന്റെ ഉള്ളിലുള്ള ആ ഒരു അത്യാഗ്രഹം ഇട്ടുകൊടുക്കുമ്പോൾ അവർ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ തയ്യാറായി. അതിലൂടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അതുപോലെ അവരോട് പറഞ്ഞു, നീ നിന്റെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, മറ്റെന്ത് കാര്യങ്ങൾ നീ അടക്കി പിടിച്ച് അവിടെ ഇരുന്നോ, അത് മറ്റൊരാൾക്കും കൊടുക്കണ്ട, കൊടുത്താൽ തീർന്നു പോകുമെന്ന് അവന്റെ ഉള്ളിലുള്ള ദുരാഗ്രഹവും അത്യാർത്തിയും അവനോട് പറഞ്ഞപ്പോൾ അവർ പിശുക്ക് കാണിച്ചു. അങ്ങനെ അവര് നശിച്ചു പോയി. ഈ അവരുടെ ഉള്ളിലുള്ള അത്യാഗ്രഹം പലവിധ തെമ്മാടിത്തത്തിനും അനാവശ്യങ്ങൾക്കും അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ അവരെ ചെയ്യാൻ വേണ്ടി തയ്യാറായി. പൈസക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ തയ്യാറായി. അവന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ വേണ്ടി മറ്റെന്ത് തെമ്മാടിത്തത്തിനും അവർ തയ്യാറായി. ഇതൊക്കെ അവന്റെ ഉള്ളിലുള്ള ഈ ശുഹ്ബു നഫ്സ് അവനെ പ്രേരിപ്പിച്ചതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. അതുപോലെ തന്നെ ഈ ശുഹ്ബു നഫ്സ് അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അതുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്, വലാ യജ്തമിഉ ശുഹ്ബു, ഒരു ദുരാഗ്രഹം, അത്യാഗ്രഹം, വൽ ഈമാനു, വിശ്വാസവും, ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ അബദാ, ഒരിക്കലും ഒരു വിശ്വാസിയുടെ, ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ടും ഒരിക്കലും ഉണ്ടാവുകയില്ല.
യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയും അവന്റെ ഉള്ളിൽ ദുരാഗ്രഹവും അത്യാഗ്രഹവും അത് കാരണം അവൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതൊരു വിശ്വാസിക്കൊട്ടും ഭൂഷണമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും മോശമായ കാര്യം അത് ഈ ശുഹാണ്, അവന്റെ മനസ്സിലുള്ള അത്യാഗ്രഹമാണ് എന്ന് പ്രവാചകൻ ഷർറുമാ ഫിർ റജുലി എന്നുള്ളത് ഷുഹുൻ ഹാലിഉൻ എന്നുള്ളതാണ്. ഭയങ്കരമായ ആർത്തി, അവരിൽ ഏറ്റവും എല്ലാ പ്രശ്നങ്ങളിലേക്കും അവനെ എത്തിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലമാകുമ്പം ആളുകൾക്ക് ആർത്തി കൂടും. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാം, പ്രവാചകൻ ഹദീസിൽ കാണും യതഖാറബു സമാനു, കാലം അടുത്തു പോകും. കാലം അടുത്തു പോകും എന്ന് പറഞ്ഞാൽ സമയങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പൊ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത ഇപ്പം കടന്നു പോയതേ ഉള്ളൂ. 3 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് 2026 നമ്മൾ കടന്നു. വളരെ പെട്ടെന്ന് കാലങ്ങൾ കടന്നു പോകും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വയൻഖുസുൽ അമലു, അമലുകൾ കുറഞ്ഞു പോകും. ആരാണ് അമലുകൾ ചെയ്യുന്നത്? ആർക്കും അമലുകൾ ചെയ്യാൻ സമയമില്ല. എല്ലാവരും അമലുകൾ ചെയ്യുന്നുണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ജീവിത വിഭവങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി, സ്വന്തം സൗകര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി എല്ലാവരും നല്ലോണം അമല് ചെയ്യുന്നുണ്ട്. പക്ഷെ ആഖിറത്തിലേക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി എത്ര ആളുകൾ അമല് ചെയ്യുന്നുണ്ട്, എത്ര അമലുകൾ നടക്കുന്നുണ്ട്? മുമ്പുള്ളതിനേക്കാൾ അമലുകൾ കുറഞ്ഞുപോയി. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ പറയുന്നു നമ്മൾ പറഞ്ഞ ഈ ആഗ്രഹം, അത്യാർത്തി, ദുരാഗ്രഹം, അത് മനുഷ്യരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇടപെടും. അവസാന നാളിൽ വരുമ്പം മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുക കാണാൻ പറ്റും. യുൽഖിഷഹ എന്ന് പറയുന്നത് അൽ മുറാദു ബിൽഖാഇഹി ഫി ഖുലൂബിൻ നാസ് എന്നുള്ളത് അല ഇഖ്തിലാഫി അഹ്വാലിഹിം. അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിൽ ശുഹ്ട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് പറയുന്നത് അത്താ യബ്ഖലൽ ആലിമു ബിഇൽമിഹി, ഒരു അറിവുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ദുരാഗ്രഹം കാരണമായിട്ട് ഇൽമിന് പിശുക്ക് കാണിക്കും. തന്റെ ഇൽമ് പ്രചരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവുകയില്ല. ഫയത്തുൽഖു തഅലീമ, ദീന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ അദ്ദേഹം ഒഴിവാക്കും. വൽ ഫത്വ, ആളുകള് ഫത്വ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാതെ ഇരിക്കും. അങ്ങനെ അവന്റെ അടുത്തുള്ള ആ ഇൽമിനെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുകയില്ല. അവന് ഇൽമും വിട്ട് മറ്റു കാര്യങ്ങളും വിട്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടി മറ്റു പല വഴികളും അന്വേഷിച്ച് നടക്കും. മറ്റു പല മാർഗങ്ങളിലേക്കും അവൻ തിരിയും. അവന്റെ കയ്യിലുള്ളത് പ്രചരിപ്പിക്കുവാനോ അതിൽ മുന്നേറാനോ അതിൽ പരിശ്രമിക്കാനോ അവൻ ശ്രമിക്കുകയില്ല. അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് അത്യാർത്തിയുടെ പേരിൽ മറ്റു പല കാര്യങ്ങളിലേക്കും അവൻ പോയിക്കൊണ്ടിരിക്കും. ഒരു ആലിമിനെ കുറിച്ച് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞത് ഒരാൾക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയും, അദ്ദേഹം അത് ഉണ്ടാക്കുന്നതിൽ പിശുക്ക് കാണിക്കും. അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഒരാൾക്ക് ഒരു ടെക്നിക്ക്, ഒരു ട്രിക്ക് അറിയുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൈമാറാൻ അവർ തയ്യാറല്ല. അതവര് സ്വന്തം കാര്യത്തിൽ ഇത് ഞാൻ അവന് പറഞ്ഞു കൊടുത്താൽ അവനും ഇതുപോലെ ലാഭമുണ്ടാക്കിയാൽ എനിക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടിയായിട്ട് മറ്റു പലതും പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അതൊക്കെ ഈ ശുഹ്ബുൻ നഫ്സ് ഉള്ളത് കൊണ്ടാണെന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വയബ്ഖലുൽ അനിയു, പൈസക്കാരൻ അവൻ പിശുക്ക് കാണിക്കും. ബിമാലിഹി, സമ്പത്തിന് അവന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും, അതവൻ പിശുക്ക് കാണിക്കും. ഹത്താ യുഹ്ലികൽ ഫഖീറു, അത് കാരണമായിട്ട് പാവപ്പെട്ടവർ അധികരിക്കും, അവർ നശിച്ചു പോകും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള പൈസക്കാർ കറക്റ്റായ സകാത്തും അവർക്ക് സുന്നത്തായ സദഖകളും കൊടുക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുക? എവിടെയാണ് നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടാവുക? അവരതുമായിട്ട് പിശുക്ക് കാണുമ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നു എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് ആര് സംരക്ഷിക്കപ്പെട്ടോ അവനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നേരിടേണ്ടി വരില്ല, അവൻ വിജയിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഹാബാക്കൾ ഈ ഒരു ദുസ്വഭാവത്തിൽ നിന്ന് കാവൽ നേടിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അൽ ഹയ്യാജ് ഇബ്നുൽ അസദി എന്നൊരു താബിഈ പണ്ഡിതൻ പറയുകയാണ്, കുന്തു അത്തൂഫു ബിൽ ബൈത്തി, ഞാൻ ഇങ്ങനെ കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഫറഅയ്തു റജുലൻ, അപ്പോൾ ഞാൻ ഒരാളെ കണ്ടു, യഖൂൽ, അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി, എന്റെ നഫ്സിന്റെ ദുരാഗ്രഹത്തിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലാ യസീദ് വലാ ദാലിക, ഇതല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറയുന്നില്ല. ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല, ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ, എന്റെ നഫ്സിന്റെ ദുരാഗ്രഹത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഈ താബിഈ ആള് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു വിവരം. അപ്പം പറഞ്ഞു, ഇന്നി ഇദാ ഉഖീതു ശുഹ നഫ്സി, ഈ ദുരാഗ്രഹത്തിന്റെ കാര്യത്തിൽ ഞാൻ സംരക്ഷിക്കപ്പെട്ടാൽ ലം അസ്രിഖ്, ഞാൻ കക്കാൻ പോവില്ല. ഈ ദുരാഗ്രഹത്തിന്റെ കാര്യത്തിൽ ഞാൻ സംരക്ഷിക്കപ്പെട്ടാൽ ഞാൻ കക്കാൻ തയ്യാറാവില്ല. വലം അസ്നി, ഞാൻ വ്യഭിചരിക്കാൻ തയ്യാറാവില്ല. വലം അഫ്അൽ, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരികയില്ല എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ താബിഈ പറയുകയാണ്, ഫഇദർ റജുലു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അപ്പൊ ആ സഹാബി ശരിക്കും നോക്കിയപ്പോൾ അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരിങ്ങനെയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ നമ്മൾ മാറ്റിവെച്ചാൽ, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ തിന്മയെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക. നമുക്ക് അള്ളാഹു വിധിച്ചതേ നമുക്ക് കിട്ടൂ എന്നുള്ള ബോധം ഉണ്ടാവുക. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി മാറ്റിവെച്ച ഓഹരിയുണ്ട്, അതിൽ തൃപ്തിപ്പെടാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനു വേണ്ടി പടപൊരുതേണ്ടത്. ഈ ഒരു ദുരാഗ്രഹവും അത്യാഗ്രഹവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ നമ്മൾ തയ്യാറാവുക. പ്രവാചകൻ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, അള്ളാഹു നിനക്ക് ഭാഗം വെച്ച് തന്നൊരു ഓഹരി ഉണ്ട്, അതിൽ നീ തൃപ്തിപ്പെടുക. എന്നാൽ തകുൻ അഗ്നന്നാസി, ജനങ്ങളുടെ ഏറ്റവും വലിയ ധന്യൻ, ഏറ്റവും വലിയ പൈസക്കാരൻ അത് നീ ആയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖനാഅതു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു നമുക്ക് തന്നത് ഇതാണ്, എന്റെ റബ്ബ് എനിക്ക് കഴിഞ്ഞെങ്കിൽ ഇതാണ് എന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവനായിരിക്കും ഏറ്റവും വലിയ നിരാശ്രയൻ, ഏറ്റവും വലിയ ധന്യൻ. അവനിക്ക് മറ്റുള്ളവരത് വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയില്ല, അവൻ അതിനു വേണ്ടി തയ്യാറാവുകയില്ല, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല, അവനക്ക് അസൂയ ഉണ്ടാവുകയില്ല, വിദ്വേഷം ഉണ്ടാവുകയില്ല, അവൻ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും ഉണ്ടാവുകയില്ല. അവൻ നന്നായി ധർമ്മം കൊടുക്കും, എത്ര ധർമ്മം കൊടുത്താലും അവൻ്റെ തീർന്നു പോവുകയില്ല. കാരണം അവന്റെ റബ്ബ് കൊടുത്തത് തൃപ്തിപ്പെടാൻ അവൻ അറിയാം, അവന്റെ റബ്ബ് വിധിച്ചതേ കിട്ടൂ എന്ന് അവൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശീലനം നൽകേണ്ടതുണ്ട്. ആ ഒരു മനസ്സിന്റെ ആഗ്രഹം മാറ്റുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ പ്രവാചകൻ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കൂ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖബൂലാക്കുമാറാകട്ടെ. ഈ ശുക്കൂർ നഫ്സിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി വസിയത്ത് ചെയ്യുകയാണ്. അതുപോലെ പ്രവാചകൻ രണ്ടാമതായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഹവൻ മുത്തബ. ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു, രണ്ടാമതായിട്ട് പറഞ്ഞത് ഹവൻ മുത്തബ, പിന്തുടരപ്പെടുന്ന ഇച്ഛ എന്നുള്ളതാണ്. ഇച്ഛ എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക എന്ന്. നമ്മളുടെ മനസ്സിന്റെ ഇച്ഛക്കനുസരിച്ച് നമ്മൾ നീങ്ങാൻ തയ്യാറായാൽ നമ്മൾ നശിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നീങ്ങിയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നമ്മൾ എത്തുമെന്നുള്ളതാണ്. പക്ഷെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെ സന്മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയി അഗാധമായ തെറ്റിന്റെയും തെമ്മാടിത്തരത്തിലേക്കുമൊക്കെ എത്തിയിട്ടുണ്ടോ, അതൊക്കെ തന്റെ ഇച്ഛയെ അവൻ പിൻപറ്റിയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുക. നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഈ ഇച്ഛ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത്. അവിടെ നമ്മൾ മറ്റൊന്നും നോക്കൂല, സത്യം എന്താണ്, തെറ്റെന്താണ്, ഒന്നും നോക്കുകയില്ല. നമ്മുടെ മനസ്സിന് എന്താണോ ഇഷ്ടം അതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഹവൻ നഫ്സിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ മനസ്സിന്റെ ഇച്ഛയെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് അതിനെ നന്നാക്കിയിട്ടല്ല,
അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, മാ ദക്കറല്ലാഹു ഹവാ ഫിൽ ഖുർആനി ഇല്ലാ ദമ്മഹു. അള്ളാഹു ഹവയെ കുറിച്ച്, മാനസിക ഇച്ഛയെ പിൻപറ്റുന്നതിനെ പറ്റി, ശരീരത്തിന്റെ താല്പര്യങ്ങളെ പിൻപറ്റുന്നതിനെ പറ്റി അതിനെ ആക്ഷേപിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നു. വമൻ അദല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണ്? മിമ്മൻ ഇത്തബഅ ഹവാഹു, സ്വന്തം ഇഷ്ടത്തെ ഇച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ബഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം കൂടാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന. അള്ളാഹുവിന്റെ സന്മാർഗവും നമ്മളുടെ ഇഷ്ടവും കൂടിച്ചേരുമ്പോൾ ഒരുപക്ഷെ അത് നല്ല രീതിയിലേക്ക് പോകുമെന്നുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു സന്മാർഗവും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്നതിനെയാണ് ഇതിൽ ആക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വ്യക്തമായിട്ട് അള്ളാഹു പറയുന്ന വലാ തത്തബിൽ ഹവ, നീ ഇച്ഛയെ പിൻപറ്റരുത്, നിന്റെ മനസ്സിന്റെ ഇച്ഛയെ പിൻപറ്റരുത്. ഫയുദില്ലക അൻ സബീലില്ലാഹ്, അതൊരു പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ തടഞ്ഞു കളയും എന്ന് പറയുന്നു. മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി പറയുന്നുണ്ട്, ഇന്നമാ സുമ്മിയ ഹവ, ഈ ഹവ, ഇച്ഛക്ക് ഇച്ഛ, അതാ അറബിയിലെ ഹവക്ക് ഹവ എന്ന് പേര് വരാനുള്ള കാരണം ലി അന്നഹു യഹ്ബി ബിസാഹിബിഹി ലന്നാർ, അത് അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ട് പതിക്കും. യഹ്വി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി നരകത്തിലേക്ക് ഇടുന്നതിനാണ്, നരകത്തിലേക്ക് കൊണ്ടുപോയി പതിപ്പിക്കുന്നത്. അവന്റെ ഇച്ഛ അവനെ നേരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കല്ല, വിജയത്തിലേക്കല്ല, നല്ല ലക്ഷ്യങ്ങളിലേക്കല്ല, നരകങ്ങളിലേക്കാണ്, നരകത്തിലേക്കാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ചിലപ്പോൾ മനുഷ്യൻ തന്റെ ഇച്ഛക്ക് അടിമപ്പെട്ടു പോകും, അതിന് അഡിക്റ്റ് ആവും. അതിനുവേണ്ടി, ആ ഇച്ഛയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി പലതും ചെയ്യുന്നു. ഇന്നെല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ ഈ മുഹ്ലിക്കാത്തുകൾ തന്നെയാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ബാഹ്യമായ പല കാരണങ്ങളെയും നമ്മൾ മറയായി മുന്നിൽ വെക്കുമെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇത്തരത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും വിദഅത്തുകളും ഒക്കെ മനുഷ്യൻ ചെയ്യുന്നത് അവന്റെ ഇച്ഛക്കനുസരിച്ചിട്ടാണ്. പാപം ചെയ്യുന്നത് എന്താണ്? തന്റെ ഇച്ഛക്ക് മുൻഗണന കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനേക്കാൾ, പ്രവാചകന്റെ ഇഷ്ടത്തിനേക്കാൾ എന്റെ നഫ്സിന്റെ ആഗ്രഹത്തിന് അവിടെ മുൻഗണന കൊടുക്കുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ തന്റെ ഇച്ഛക്കനുസരിച്ച് ചെയ്യുമ്പോഴാണ് അവിടെ വിദഅത്തുകൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ മനുഷ്യൻ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. സംഘടനകൾ പിളരുന്നതും ജമാഅത്തുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ചില ആളുകളുടെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പുറമെ പല കാരണങ്ങളെയും അവർ മുന്നിൽ മറച്ചു വെക്കുമെങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഈ ഇച്ഛയെ പിൻപറ്റുന്നതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നു. പ്രവാചകന് പേടി എന്റെ സമൂഹം നശിച്ചു പോകുന്നല്ല, എന്റെ സമൂഹത്തിൽ ചില കാര്യങ്ങളെ പ്രവാചകൻ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. എന്റെ സമൂഹത്തിന് ഭക്ഷണം കിട്ടാതെ അവർ പട്ടിണിയാവൂ എന്നുള്ള ബേജാറ് പ്രവാചകനില്ലായിരുന്നു. പ്രവാചകനുണ്ടായ ബേജാറിൽ ഹദീസിൽ കാണാം, ഇന്നമാ അഖ്ശ അലൈക്കും ശഹവാത്തുൽ ഗയ്യി ഫീ ബുതൂനിക്കും, നിങ്ങൾ വയറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇച്ഛകൾ, അമിതമായി ആഹാരം കഴിക്കുക, ഭക്ഷണത്തിന് വേണ്ടികൾ വെറൈറ്റി ആയ ഭക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യുക, ഹറാമായ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുക, അങ്ങനെ വയറുമായി ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാ സ്ഥലത്തും ചായക്കടകളും മറ്റും ഭക്ഷണം ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്, അതൊരു ഫേവറേറ്റ് ആയി മാറി. അതിന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിന് അതിനു വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി ഇസ്റാഫ് ചെയ്യുന്നു. അതിനെ ഞാൻ ഭയപ്പെടുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫുറൂജിക്കും, നിങ്ങളുടെ കുഹ്യസ്ഥാനങ്ങളുടെ ഇച്ഛകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിഹിത ബന്ധങ്ങൾ, അശ്ലീലങ്ങൾ, അതൊക്കെ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അവിഹിത ബന്ധങ്ങളൊക്കെ ഇന്ന് നോർമലൈസ് ചെയ്യുന്ന കാര്യം അതൊക്കെ തെറ്റാണോ, അതൊരു കുഴപ്പമുള്ള കാര്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് പ്രവാചകൻ പേടിച്ചിട്ടുള്ള, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. സ്വവർഗരതി പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് ഇതൊക്കെ മനുഷ്യൻ തന്റെ കുഹ്യസ്ഥാനത്തിന്റെ ഇച്ഛയെ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്റെ വയറിന്റെ ഇച്ഛയെ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, മുദില്ലാത്തുൽ ഹവ, തന്റെ ഇച്ഛയെ വഴിപേൽപ്പിക്കുന്ന കുറെ ചിന്താഗതികൾ, അതിൽപ്പെട്ടതാണ് ഇന്നത്തെ സ്വതന്ത്ര ചിന്തകൾ, മതനിരാസം, ലിബറലിസം. ഇതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സമൂഹത്തിന്റെ മേൽ ഞാൻ ഭയപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞ് 1500 വർഷങ്ങൾക്ക് മുമ്പ് എണ്ണി തിട്ടപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതാണ് ഇന്ന്
നമ്മളുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് മനസ്സിന്റെ ഇച്ഛയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവാചകൻ അതിന് ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. മോശമായ സ്വഭാവം, മോശമായ പ്രവർത്തനം, മോശമായ വികാരങ്ങൾ, ഇച്ഛകൾ, അതിൽ നിന്ന് ഞാൻ എന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നഫ്സിന്റെ ഇച്ഛയിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ നഫ്സിന്റെ ഇച്ഛയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. എന്നാലേ നമുക്ക് നാളെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. ആര് പടച്ചവന്റെ മുന്നിലുള്ള ആ ഒരു നൃത്തത്തെ ഭയപ്പെടുന്നുവോ, നാളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആഖിറത്തിലേക്ക് മരണപ്പെട്ടു പോയിട്ട് പടച്ചവന്റെ മുന്നിൽ പോയിട്ട് ഒരു നൃത്തം നിൽക്കണമല്ലോ, ആ ഒരു നൃത്തത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവൻ, വനഹൻ നഫ്സ അനിൽ ഹവാ. തന്റെ മനസ്സിന്റെ ഇച്ഛയെ വേണ്ടെന്ന് വെച്ചവൻ, മനസ്സിന്റെ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വെച്ചവൻ, ഫൈനൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം അവനിക്കുള്ളതാണ്. പടച്ചവന്റെ മുന്നിൽ നാളെ പോയി നിൽക്കണമെന്ന് പേടിച്ച് ജീവിക്കുന്ന ആളുകള് തന്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടത്തിന് മുൻഗണന നൽകുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ജന്നത ഹിയൽ മഅവാ, തീർച്ചയായും സ്വർഗം തന്നെയാണ് അവന്റെ അഭയസ്ഥാനമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മളിപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, നമ്മളുടെ മനസ്സിലുള്ള ദുരാഗ്രഹം, അത്യാർത്തി, അതിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനം, അതിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പ്രവാചകന്റെ ഇഷ്ടത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകൾ നമുക്കത് പറയാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ നിന്നെ അനുസരിക്കുന്ന നല്ല അടിമകളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പല വിധേന കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. ജീവിക്കുന്ന കാലം അത്രയും പൂർണ്ണമായി നിന്റെ അനുസരണയിലായി തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ